ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത മിസ് ആണ്. അപ്പോൾ മകളെ, നമ്മൾ ഹൗ മെനി സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണല്ലേ ഇപ്പോൾ പഠിച്ചുകൊണ്ട് നിൽക്കുന്നത്. മിസ് ലൈവ് ഒക്കെ വന്ന ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ കുട്ടികളെല്ലാവരും കണ്ടിട്ടുണ്ടെന്നാണ് കേട്ടോ മിസ് വിശ്വസിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. യെസ്, നമ്മൾ അതിൽ എന്തൊക്കെ പഠിച്ചതാണ്, നമ്മൾ ഏരിയ കാര്യങ്ങളൊക്കെ എങ്ങനെ കണ്ടെത്തും എന്നുള്ളതൊക്കെ ആയിരുന്നല്ലേ പഠിച്ചിരുന്നത്. അപ്പോൾ ഇതാ അതുമായി ബന്ധപ്പെട്ട നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. എന്താണെന്ന് നോക്കിയാലോ. ഇതാടാ, which has the bigger area, one of your footprints or the page of this book. മക്കളുടെ എന്താണ് ഒരു ഫുട് പ്രിന്റ്, ഒരു കാൽപാദമാണോ ഒരു പേജിനാണോ അതായത് ഏരിയ കൂടുതൽ എന്നാണ് ചോദിക്കുന്നത്. അതായത് ഒരു ഫുട് പ്രിന്റ് ആണോ ഒരു പേജ് ആണോ കൂടുതൽ സ്പേസ് കവർ ചെയ്യുക എന്നാണ് ചോദിച്ചത്. ഉറപ്പായുടെ എന്താണ് ഒരു പേജ് ആണല്ലേ, ഒരു പേജിനായിരിക്കും കൂടുതൽ ഏരിയ. അതുപോലെ രണ്ടാമത്തെ ചോദ്യം, which has a smaller area, ചെറിയ ഏരിയ ഏതിനാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2 5 rupee notes together or a 100 rupee note. 2 5 രൂപ നോട്ടുകൾ ഒരുമിച്ച് വെക്കുന്നതാണോ അതോ ഒരു 100 രൂപയുടെ നോട്ട് ഒരുമിച്ച് വെക്കുന്നതാണോ? അതായത് ഒരുമിച്ച് വെക്കുന്നതല്ല, ഒരൊറ്റ 100 രൂപയുടെ നോട്ടും 2 5 രൂപയുടെ നോട്ടുകളും ഇങ്ങനെയാണ് വെക്കേണ്ടത്. 2 5 രൂപയുടെ നോട്ടുകളും ഒരു 100 രൂപയുടെ നോട്ടും. ഇതിൽ ആർക്കാണ് ഏരിയ കൂടുതൽ? അതെടാ, ആരാണ് ഏറ്റവും കൂടുതൽ സ്പേസ് കവർ ചെയ്യുന്നത്? നമ്മുടെ 5 രൂപയുടെ നോട്ടല്ലേ? അതെ, 5 രൂപയുടെ നോട്ടാണ് ഏറ്റവും കൂടുതൽ സ്പേസ് കവർ ചെയ്യുന്നത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കുറച്ച് ഏരിയ, സ്മോളർ ഏരിയ കവർ ചെയ്യുന്നത് ഉറപ്പായട 100 റുപ്പി നോട്ടാണ് അല്ലേ. അപ്പൊ നമ്മൾ 100 റുപ്പി നോട്ട് എഴുതി. ഇനി ലാസ്റ്റ് ചോദ്യമോ, ലുക്ക് അറ്റ് എ 10 റുപ്പി നോട്ട്. ഒരു 10 രൂപയുടെ നോട്ട് നമ്മൾ എടുത്തു. ഇസ് ഇറ്റ്സ് ഏരിയ മോർ ദാൻ 100 സ്ക്വയർ സെന്റിമീറ്റർ? 100 സ്ക്വയർ സെന്റിമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്ന് ഇന്ന് മക്കൾ പേടിക്കുന്നുണ്ടാവില്ലേ? ഇല്ലടാ, ഒന്നുമില്ല. ഇതാണ് നമ്മുടെ 100 സ്ക്വയർ സെന്റിമീറ്റർ. ഇതെങ്ങനെ വന്നു? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ സ്ക്വയറുകൾ വെച്ചിട്ട് നമ്മൾ കൂട്ടി വെക്കുകയാണ്. അതിലെന്താണ് ഒരു സ്ക്വയർ എന്ന് പറയുന്നത്, ഒരു സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആണ്. അങ്ങനെ ഇവിടെ എത്ര സ്ക്വയറുകൾ ഉണ്ടടാ? 1 2 3 4 5 6 7 8 9 10. യെസ്, 10 അല്ലേ. അപ്പൊ ഇവിടെ എന്തുണ്ടാവൂടാ? 10 സെന്റിമീറ്റർ ഉണ്ടാവും അല്ലേ. അതുപോലെ ഇവിടെയും 10 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണെടാ? 10 × 10 = 100 സ്ക്വയർ സെന്റിമീറ്റർ അല്ലേ. ഇതിനെയാണ് നമ്മൾ 100 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് പറയുന്നത്. 100 സ്ക്വയർ സെന്റിമീറ്റർ എന്താന്ന് ക്ലിയർ ഇല്ലേ? അപ്പൊ ഇതിനാണോ ഒരു 10 രൂപയുടെ നോട്ടിനാണോ ഏരിയ കൂടുതൽ? ഏരിയ കൂടുതൽ ഉറപ്പായും ഒരു 100 സെന്റിമീറ്റർ സ്ക്വയറിനാണ് അല്ലേ. അപ്പൊ നമ്മൾ എന്താ ഇവിടെ എഴുതാ? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് is its area more than 100 സ്ക്വയർ സെന്റിമീറ്റർ? നോ ആണ് നമ്മുടെ ആൻസർ. ഇത്രയേ ഉള്ളൂ മക്കളെ നമ്മുടെ ഇന്നത്തെ വീഡിയോ. മിസ്സിനെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.